ഹലോ ഗായ്സ്, ടി വി വ്ളോഗിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ താലപ്പൊലി എടുക്കുകയാണ്. ഞങ്ങളുടെ അമ്പലത്തിൽ ഉത്സവമാണ്. ഞാനും എൻ്റെ അമ്മയും എൻ്റെ അമ്മയുടെ ചേച്ചിയും കൂടെ എൻ്റെ കൂട്ടുകാരിയും കൂടെയാണ് താലപ്പൊലി എടുത്തത്. ഞങ്ങളങ്ങനെ അമ്പലത്തിലേക്ക് നടന്നു വന്നു. ഭയങ്കര ചെണ്ടമേളവും ആഘോഷവും ഒക്കെ ആയിരുന്നു. ഞങ്ങളങ്ങനെ അമ്മേ നാരായണിയൊക്കെ പാടി ഭയങ്കര ഭക്തിപരമായിട്ടാണ് ഞാൻ നടന്നു വരുന്നത്. ഞാനും എൻ്റെ കൂട്ടുകാരും ഒച്ചത്തെ അമ്മേ നാരായണിയൊക്കെ പാടി. നമ്മളങ്ങനെ കയറി വരുമ്പോഴത്തേക്ക് ഈ ചെണ്ട കൊട്ടുന്ന താളം കൂടിക്കൂടി വരും. അപ്പോൾ നമ്മൾ താളം പിടിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ നടക്കുകയാണ്. ഇതേ ഞാനും വരുന്നു, ഞാനും അമ്മയും ചേച്ചിയൊക്കെ. ഞങ്ങളുടെ പാറോപ്പയുണ്ട് കൂടെ. അപ്പോൾ ഞങ്ങളെല്ലാം നടന്നു വരികയാണ്. കോലം നമ്മുടെ പുറകെ വരുന്നുണ്ട്, കാണാം. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കോലവും കാണാൻ. കോലത്തിനെ ആരാധിക്കുന്ന ഒരുപാട് ആൾക്കാർ കോലം കാണാൻ വന്നു. പിന്നെ കുറേ കടകളൊക്കെ ഉണ്ട്. ഞങ്ങൾ ഫുള്ള് കോലവും അമ്പലത്തിലിരുന്ന് കണ്ടു. നല്ല രസമാണ് കേട്ടോ. അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. ആ ചൂട്ടൊക്കെ കത്തിച്ചുകൊണ്ട്, അതായത് ഓലയൊക്കെ ഇങ്ങനെ കത്തിച്ചുകൊണ്ട് വരുമ്പോൾ, ചൂട്ടെന്നാണ് ഓലയ്ക്ക് പറയുന്നത്. അതിങ്ങനെ കത്തിച്ചുകൊണ്ട് വരുമ്പോൾ നമുക്കൊരിതാണ്, എന്ത് പറയുന്നത്, കോലങ്ങളെ ഓരോ പിള്ളേരിങ്ങനെ എടുത്തുകൊണ്ട് വരുന്നു. പിന്നെ ഇതാ ചൂട്ടൊക്കെ കത്തിച്ചുകൊണ്ട് വരുന്നു. നമ്മുടെ പുറകെ കോലം വരുന്നുണ്ട്, തുള്ളി. കണ്ടോ? ഇതാണ് കാണേണ്ട കാഴ്ച. എല്ലാവരും നല്ല കൈകൂപ്പി പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ കോലത്തിനെ എഴുന്നള്ളിക്കുന്നത്. കുറേ ആൾക്കാർ ചൂട്ട് പിടിച്ചു. കണ്ടില്ലേ എത്ര ജനങ്ങളാണ് ആ കോലത്തിനെ കാണാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുന്നത്, കണ്ടോ? പിന്നെ നമ്മുടെ അമ്പലത്തിന് ചുറ്റും മൊത്തം ലൈറ്റാണ്. ലൈറ്റ് കാണാൻ നല്ല രസമാണ്. നമ്മുടെ കോലം പെയ്യെ തുള്ളി തുള്ളി വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ അമ്പലം. ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ, കാണിച്ചിട്ടുള്ളതാണ്. ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കൈയൊക്കെ കൂപ്പി ഭയങ്കര കണ്ണൊക്കെ അടച്ച് ഭയങ്കര പ്രാർത്ഥനയിലായിരുന്നു. ഒരു വർഷത്തിലൊരിക്കൽ നടക്കുന്നതുകൊണ്ട് എല്ലാവരുടെയും മനസ്സിലത് കാണുമ്പോൾ ഒരു ഒരു ഇതാണ്. നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്യണം, എന്നാലേ അത് മനസ്സിലാവത്തുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഇതാ നമ്മുടെ കോലം തുള്ളി തുള്ളി വരുന്നുണ്ട്. അത് കാണുമ്പോൾ എല്ലാവരും കൈ കൂപ്പി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. 8 ഭൈരവിക്കോലങ്ങളാണ്. ഈ കോലത്തിൻ്റെ പേര് ഭൈരവി എന്നാണ്. 8 ഭൈരവിക്കോലങ്ങളാണ് തുള്ളി വരുന്നത്. നിരനിരയായി ഓരോരുത്തർ വന്ന് ദേവിയുടെ അനുഗ്രഹം വാങ്ങിക്കുകയാണ്. ഇത്രയില്ല കേട്ടോ, ഇനിയുണ്ട്. ഇത് മർദ്ദാക്കോലമാണ്. കണ്ടില്ലേ? ഇവർ ഈ കോലങ്ങൾ ഓരോ പിള്ളേരെ ഇങ്ങനെ ഒന്ന് ഭൂ എന്ന് പറഞ്ഞങ്ങ് പേടിപ്പിക്കും. ഞാനാണെങ്കിൽ കൈ ഉപ്പി കണ്ണടച്ച് എൻ്റെ അടുത്തോട്ട് വരല്ലേന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. അങ്ങനെ മർദ്ദാക്കോലങ്ങൾ ഓരോരുത്തരായിട്ട് ദേവി ശരീരത്തിൽ കയറി താഴെ വീണു. ഇതൊക്കെ കാണുമ്പോൾ ഒരു എക്സ്പീരിയൻസ് ആണ്. അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എല്ലാ ചേട്ടന്മാരും ഇങ്ങനെ പാട്ട് തീരുന്നതോടെ എല്ലാവരും ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ലാസ്റ്റ് നമ്മുടെ ഭൈരവിക്കോല, 8 ഭൈരവിക്കോലങ്ങളും കൂടി ഒരുമിച്ച് വന്ന് നമ്മുടെ കളത്തിൽ തുള്ളുന്നു. അല്ലേ, എന്ത് രസമാണെന്ന് നോക്കുക. അവർ ആ താളത്തിനൊത്ത്, പാട്ടിൻ്റെ താളത്തിനൊത്താണ് അവർ കാലെടുത്ത് വെക്കുന്നതും ആടി രസിക്കുന്നതും. അമ്മയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടാണ് എല്ലാവരും നിൽക്കുന്നത്. ഈ കോലം നമ്മുടെ അമ്മയുടെ ഈ കോലം അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കോലമാണെന്നാണ് പറയപ്പെടുന്നത്. അവിടെ ഇരിക്കുന്ന അമ്മൂമ്മമാരൊക്കെ ഇതാണ് പറയുന്നത്. ഈ കോലമാണ് അമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെന്നൊക്കെ. നമ്മൾ